ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ ഈസി കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ എന്നാൽ എന്ത്? ദ റൂൾസ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ വ്യാകരണ നിയമങ്ങളെയാണ് ഗ്രാമർ എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ English grammar means the rules we use to speak and the write English correctly. ഇംഗ്ലീഷ് ശരിയായി സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കുന്ന നിയമങ്ങളെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇംഗ്ലീഷ് ഗ്രാമർ മീൻസ് ദ റൂൾസ് we used to speak and write English correctly. ഇംഗ്ലീഷ് ശരിയായി സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമറിൽ തന്നെ വരുന്നതാണ് പ്രൊനൗൺസ്, വെർബ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, റിവിഷൻ. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ സർവനാമങ്ങൾ, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവികാലം, റിവിഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം അല്ലെങ്കിൽ പുനഃപരിശീലനം. പ്രൊനൗൺസ്, വെർബ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, റിവിഷൻ എല്ലാം നമ്മൾ നോക്കി. ഇനി നോക്കേണ്ടത് എന്താണ് പ്രൊനൗൺസ്. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ നാമത്തിന് അല്ലെങ്കിൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൊനൗൺസ് എന്ന്. ഉദാഹരണത്തിന് റിയ ഈസ് എ ഗേൾ, റിയ ഈസ് ഹാപ്പി, റിയ ഈസ് എ ഗേൾ. അവിടെ നമ്മൾ ഷീ ഈസ് ഹാപ്പി. അപ്പോൾ പേരിന് പകരം അവിടെ അവൾ എന്നാക്കി. ഇവിടെ ഷീ എന്നാക്കി. റിയയ്ക്ക് പകരം അവിടെ ഷീ ഉപയോഗിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊനൗൺസ് എന്ന് പറയുക. അടുത്തത് വെർബ്. വെർബ് എന്നാൽ എന്ത്? വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, പ്രവൃത്തി കാണിക്കുന്ന വാക്ക്. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന വാക്കാണ് എന്ത്? വെർബ് എന്ന് പറയാം. ഈറ്റ് കഴിക്കുക, ഗോ പോവുക, കം വരുക, റൺ ഓടുക, വാക്ക് നടക്കുക, റീഡ് വായിക്കുക, റൈറ്റ് എഴുതുക, സ്ലീപ്പ് ഉറങ്ങുക, സ്പീക്ക് സംസാരിക്കുക, പ്ലേ കളിക്കുക. ഇതൊക്കെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന പ്രവൃത്തികളാണ്. ഇതിനെയാണ് വെർബ് എന്ന് പറയുക. എന്താണ് പ്രസൻറ്റ് ടെൻസ്? വർത്തമാനകാലം. എന്താണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതിനെയാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഷീ കുക്കിങ്സ് ഫുഡ്. അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു. ദേ ലീവ് ഇൻ കേരള. അവർ കേരളത്തിൽ താമസിക്കുന്നു. എന്താണ് പാസ്റ്റ് ടെൻസ്? ഭൂതകാലം. കഴിഞ്ഞു പോയ പ്രവൃത്തി. കഴിഞ്ഞു പോയ പ്രവൃത്തികളെല്ലാം പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നു. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു. ഷീ കുക്ക്ഡ് ഡിന്നർ. അവൾ രാത്രി ഭക്ഷണം പാകം ചെയ്തു. ദേ പ്ലേഡ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അവയെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയാം. ഫ്യൂച്ചർ ടെൻസ്: ഐ വിൽ കം. ഞാൻ വരും. ഐ വിൽ ഗോ. ഞാൻ പോകും. ഐ വിൽ കോൾ യു. ഞാൻ നിന്നെ വിളിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ മീറ്റ് യു ടുമോറോ. ഞാൻ നിന്നെ നാളെ കാണും. അല്ലെങ്കിൽ ഞാൻ നാളെ നിന്നെ കാണും. അപ്പോൾ ഇങ്ങനെ വരുന്ന നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയണതാണ് ഫ്യൂച്ചർ ടെൻസ്. എന്താണ് റിവിഷൻ? റിവിഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം. മീനിങ് എന്താ പറയുക? മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും പഠിച്ച് ഓർമ്മ പുതുക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മ പുതുക്കുന്നതിനാണ് എന്ത് പറയുക? റിവിഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ സെൻറ്റൻസ്:
ഐ റിവൈസ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ആവർത്തിച്ച് പഠിക്കുന്നു. റിവിഷൻ ഹെൽപ്സ് അസ് റിമെമ്പർ. ആവർത്തനം നമ്മെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സഹായിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർത്ത് പഠിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ പുതുക്കുന്നതിനാണ് എന്ത് പറയുക, റിവിഷൻ എന്ന് പറയാം. ഇന്നത്തെ ഗ്രാമർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.